നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 19-ാം തീയതി 1201 ആണ്ട് കർക്കടക മാസം 3-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഉത്തര നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ്. ഉത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഞായറാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നല്ല ദിവസമാണ്. ശരിക്കും ഞായറാഴ്ച നല്ല ദിവസം കിട്ടണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കും. കാരണം ഒരാഴ്ചയ്ക്ക് വേണ്ട എനർജി സേവ് ചെയ്യുന്നത് ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഞായറാഴ്ച അവധിയായിട്ട് കാണുന്നതിൻ്റെ കാരണം. പല രാജ്യങ്ങളിലും അവധിയൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ 90% രാജ്യങ്ങളിലും ഞായറാഴ്ച തന്നെയാണ് അവധി. കാരണം എന്താണ്? അന്ന് വീട്ടിൽ നിന്ന് എനർജി ശേഖരിച്ച് കുടുംബത്തിനകത്ത് മൊത്തത്തിൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് എല്ലാം പ്ലാനിങ് ചെയ്ത് അടുത്ത ദിവസത്തേക്ക് വേണ്ടി ഇറങ്ങാനായിട്ട് പ്രാപ്തമാകുന്ന ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച നല്ല ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും എനർജി വരുന്ന സമയമാണ്, അത്രയും നേട്ടം ഉണ്ടാകുന്ന കാലഘട്ടമാണ്, അത്രയും ഗുണഫലത്തെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഞായറാഴ്ച വളരെ ഗുണപ്രദമായ ദിവസമാണ്, നല്ല നാളും ആണ്, നല്ല ദിവസമാണ്. അപ്പം നമുക്കിന്ന് നല്ല ദിവസമാണ്. സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊണ്ട് അടുത്ത ഒരാഴ്ചയ്ക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണം. ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് കർക്കടക മാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സൂര്യഭഗവാന്റെ ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. പ്രശസ്തിയും ഐശ്വര്യവും ഉന്നതിയും സമാധാനവും സന്തോഷവും ഒക്കെ വരുമെങ്കിലും സൂര്യൻ എപ്പോഴും ചൂട് ഗ്രഹമാണ്. അപ്പോൾ കുറച്ച് ചൂടെന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ടെൻഷൻ, നമുക്ക് കുറച്ച് അലച്ചിൽ ഒക്കെ ഉണ്ടാവും. ഇതിനെ അങ്ങ് ഒഴിവാക്കി കളയണം. നമുക്ക് തന്നെ അങ്ങ് ഒഴിവാക്കാൻ പറ്റും, വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട. അതിനെ ഏറ്റവും സിമ്പിളായിട്ട് ഒഴിവാക്കാനായിട്ട് രാവിലെ ഈ ഒരു വർഷക്കാലവും ബർത്ത്ഡേ വന്നിട്ടുള്ള ഉത്തര നക്ഷത്രക്കാർ, കർക്കിടക മാസത്തിലെ ഉത്തര നക്ഷത്രം, നിങ്ങൾ ഒരു വർഷവും സൂര്യഭഗവാനെ രാവിലെ എണീറ്റ് തൊഴുതൊള്ളുക, ഇഷ്ടദേവനായി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിച്ചോളുക. നമുക്കെല്ലാ നെഗറ്റീവ് മാറി പോസിറ്റീവിനെ പ്രദാനം ചെയ്തു തരും, ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊള്ളുക. ഇവിടെ നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് രാഹുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. രാഹുകാല സമയത്ത് യാത്ര തിരിക്കരുത്. യാത്ര തിരിക്കാനല്ല, യാത്ര രാഹുകാലം മാറ്റി വെച്ച് വേണം പോകാൻ. രാഹുകാലം പറഞ്ഞത് 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം വരുന്നത് ആ സമയത്തല്ല. 5:12 തൊട്ട് 6:46 വരെയാണ് രാഹുകാല സമയം. ഈ സമയം ഒരു ശുഭ കാര്യം, പ്രത്യേകിച്ച് യാത്രയ്ക്കെടുക്കരുത്. കാരണം നമ്മൾ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും കുടുംബസമേതം യാത്ര തിരിക്കണം. ബന്ധു വീടുകളിലാവട്ടെ, ഫംഗ്ഷനാവട്ടെ, പർച്ചേസിങ്ങിനാവട്ടെ ഒക്കെ പോകുന്നത്. എല്ലാ ഔട്ടിങ്ങിന് പോകുന്നതും ഈ ഞായറാഴ്ച ദിവസം അവധി ആയതുകൊണ്ട് വൈകുന്നേര സമയത്തായിരിക്കും. അത് രാഹുകാലത്താവരുത്. അതുപോലെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ ഞായറാഴ്ച അവധി ദിവസമാണ് ചെയ്യാനോ ഒക്കെ പോകുമ്പോൾ ഗുളികകാലവും യമകണ്ഠ കാലവും ഒഴിവാക്കുക. അതിൽ ഗുളികകാല സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 12:31 തൊട്ട് 2:05 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 തൊട്ട് 12:55 വരെ 48 നേരം. ഈ സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. വസ്ത്രധാരണം എന്ന് പറയുമ്പോൾ
നമുക്ക് ചുവപ്പ് മിക്സ് ആയിട്ടുള്ളതോ താമരപ്പൂവിൻ്റെ കളറോ ചൂടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോണത് നമ്മളിലേക്ക് സൂര്യഭഗവാന്റെ പ്രീതി വരാനും നമ്മളുടെ നെഗറ്റീവ് മാറി പോസിറ്റീവ് നമ്മളിലേക്ക് വരാനും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ശോഭിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.